മുമ്പ് ഒരു വർഷം മുമ്പ് പറഞ്ഞു കോവിഡിന് ശേഷം കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചു. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാറില്ല എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന്. പെട്ടെന്ന് യാതൊരു പ്രീസിഡൻസും ഇല്ലാത്ത ആൾ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ ഇല്ലയോ? MLA പറ, കൂടിയിട്ടില്ലേ? കുഴഞ്ഞു വീണ് മരിക്കുന്നവർ, സ്ട്രോക്ക് വന്ന് വരുന്നവരുടെ എണ്ണം നമ്പർ കൂടിയിട്ടില്ലേ? പ്രിയ കൂട്ടുകാരൻ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ അയ്യപ്പനും കോശി എന്ന സിനിമയ്ക്കകത്ത് അനിൽ നെടുമങ്ങാട് എന്ന് പറഞ്ഞ നടൻ പൃഥ്വിരാജിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. കോശി, ഇനി എന്താകും നിന്റെ അവസ്ഥയെന്ന് കണ്ടറിയണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെയൊക്കെ ഓരോ ജീവിതങ്ങൾ എങ്ങനെയാവുന്നുള്ളത് മുന്നോട്ട് കണ്ടറിയണമെന്നുള്ള ഒരു അവസ്ഥയാണ്. ഞാനിത് സൂചിപ്പിക്കാൻ കാര്യം എന്ന് പറഞ്ഞാല് ഇന്നലെ നമ്മുടെ പുതുപ്പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകളാണ് മിക്ക ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. ജിമ്മുകളിലെ പോലീസ് ഉദ്യോഗസ്ഥര്, ജോലിയെടുക്കുന്നിടത്ത് പല കായിക മേഖലയിൽ പങ്കെടുക്കുന്നവര്, നല്ല ആരോഗ്യമുള്ളവര്, അവരെല്ലാം നിമിഷ നേരം കൊണ്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഒരുപാട് ഹാർട്ട് അറ്റാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ഒന്നും കാര്യം ആർക്കും പറയാൻ മേലാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ, ഇങ്ങനെ ഒരു കാര്യത്തിനെതിരെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നതിനെപ്പറ്റി ഒന്നും ആ ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണെന്നോ ഒന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇതിന് പ്രതിവിധി എന്താണെന്നോ ഒന്നും കാണുന്നില്ലെന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അതുപോലെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ നിയമസഭയിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോഴത്തേന് പലരും അതിന്റെ അകത്ത് എല്ലാം മുഴുവൻ രാഷ്ട്രീയ പ്രേരിതമായതുകൊണ്ട് പലരും അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. എന്നാൽ ഞാൻ അതിന്റെ അകത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു കാര്യം നിയമസഭയിൽ പറഞ്ഞ് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ കണക്കൂട്ടിൽ അത് ഏറെക്കുറെ 100% സത്യമാണ്. നിങ്ങൾ ഇതൊന്ന് കേൾക്കുക. നമ്മളെല്ലാം ജനപ്രതിനിധികളല്ലേ, നമ്മൾ മരണ വീടുകളിൽ പോകുന്നവരല്ലേ, കേരളത്തിലെ MLA. ഞാൻ ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് പറഞ്ഞു കോവിഡിന് ശേഷം കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചു. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാറില്ല എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന്. പെട്ടെന്ന് യാതൊരു പ്രീസിഡൻസും ഇല്ലാത്ത ആൾ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ ഇല്ലയോ? MLA പറ, കൂടിയിട്ടില്ലേ? കുഴഞ്ഞു വീണ് മരിക്കുന്നവർ, സ്ട്രോക്ക് വന്ന് വരുന്നവരുടെ എണ്ണം നമ്പർ കൂടിയിട്ടില്ലേ? ക്യാൻസറിന്റെ കൂടിയിട്ടില്ലേ? അതുപോലെ ഓക്സിജൻ കുറയുന്നത്, സോഡിയം കുറയുന്നത്, ലങ്സ് ഡിസീസ്. ഞാൻ കഴിഞ്ഞ വർഷം ഇതിവിടെ പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞു ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ല. ശാസ്ത്രീയമായ അടിത്തറ വേണ്ടത് ഗവൺമെന്റിനാണ്. നിങ്ങൾ 14 ജില്ലകളിലെ ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കും കോവിഡിന് ശേഷമുള്ള മരണനിരക്കും അവിടുത്തെ ലോക്കൽ പഞ്ചായത്തിൽ ഡെത്ത് രജിസ്ട്രേഷൻ വെച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ പരിശോധിക്ക് എന്താ മരണകാരണം, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് മരിക്കുന്നത്. അതിനൊക്കെയല്ലേ ആരോഗ്യവകുപ്പ്. നിങ്ങൾ ഇതൊന്നും ചെയ്യില്ല. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കും. ഈ സംവിധാനം ചെയ്യണ്ടേ ആരോഗ്യവകുപ്പ്? അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ രംഗം പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഈ പ്രസംഗം കേട്ടല്ലോ. എനിക്ക് തോന്നുന്നു, എന്റെ അഭിപ്രായത്തിൽ ഇത് 100% സത്യമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് പല പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, ബൂസ്റ്റർ ഡോസ്. ബൂസ്റ്ററൊക്കെ എടുത്തവർക്കാണ് കൂടുതലായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഡോക്ടർമാരും ഒന്നും ഇതുമൂലമല്ലെന്ന് വാദിക്കുമ്പോഴും എന്റെ അനുമാനം ഏറെക്കുറെ ഇതാണെന്നുള്ള. കാരണം എനിക്കും കോവിഡ് വന്നതാണ്. കോവിഡ് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ കോവിഡാനന്തര ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ അവിടെ ഡോക്ടറുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കോവിഡ് വന്നതിന് ശേഷം, ആ സമയത്ത് കോവിഡ് വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഈ വേരിയേഷനുകൾ ഉണ്ടായിരുന്നു. പല പ്രഷറിന്റെ അകത്തും ഷുഗറിന്റെ അകത്തും അങ്ങനെ പല പല വേരിയേഷനുകൾ വന്നായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഡോക്ടറോട് ഈ കാര്യങ്ങളെ സംശയങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഈ കോവിഡ് വന്നവർക്കെല്ലാം ബ്ലഡിന്റെ ഫ്ലോയ്ക്കകത്ത് ഒരു ചെറിയ കൊഴുപ്പ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് കട്ടി കൂടുതൽ വരുന്നത് കൊണ്ട് ഇതുപോലെയുള്ള ഒത്തിരി അറ്റാക്കുകളും എല്ലാം സംഭവിക്കുന്നുണ്ട്. ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഉണ്ട് നമ്മുടെ പല എനിക്ക് തോന്നുന്നു എല്ലാ ലാബിലും ഉണ്ടെന്ന് അറിയത്തില്ല. ഡൈമർ എന്നും പറഞ്ഞൊരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബ്ലഡിന്റെ ഫ്ലോ എങ്ങനെയുണ്ടെന്നുള്ളതും ബ്ലഡിന്റെ കൊഴുപ്പിന്റെ കാര്യങ്ങൾ എല്ലാം അതിന്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിൽ നമുക്ക് ആ ബ്ലഡിന് കൊഴുപ്പ് കുറവുള്ളതായിട്ട് അല്ലെങ്കിൽ പതിവായിട്ട് ഗുളിക കഴിച്ചെങ്കിലേ ബ്ലഡ് സാധാരണ രീതിയിൽ പോകത്തുള്ളൂ. അതുപോലെ ആ സമയത്തൊക്കെ എന്റെ കൈയൊക്കെ മുറിയുന്ന സമയത്ത് സാധാരണ ബ്ലഡ് നമ്മുടെ പെട്ടെന്ന് ഞരമ്പൊക്കെ മുറിയുമ്പോഴത്തേന് ചീറ്റുന്നതല്ലേ. പക്ഷെ ഇതങ്ങനെയല്ല, ബ്ലഡ് ഇങ്ങനെ ഒഴുകിപ്പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും, കട്ടി കൂടുതലായിട്ട്. അപ്പൊ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണോ ഇത് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിന് മരുന്ന് കഴിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിശോധന, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ അറിവിൽപ്പെട്ട കുറച്ച് കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്ത് എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ അകത്ത് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക. അതൊക്കെ നമുക്ക്
മറ്റുള്ള അറിവുള്ളവര് ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കാട്ടിൽ ഒരുപാട് അറിവുള്ളവര് സംസാരിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ അവരുടെ മറുപടിയൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്റെ ഒരു അനുമാനത്തിൽപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും മറ്റു വാർത്തയുമായിട്ട് വീണ്ടും കാണാം.